എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലുള്ള ഒരു ബസ് സ്റ്റാൻഡായ കൊട്ടാരക്കര KSRTC ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ്. അതിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, KSRTC ബസ്സിൻ്റെ കളർ മാറി. പ്രൈവറ്റ് ബസ്, അതായത് HR എന്ന കമ്പനി ട്രയൽ റണ്ണിന് വേണ്ടി ഒരു ബസ് ഇറക്കിയിട്ടുണ്ട്. അതായത് KSRTCയുടെ ഒരു ഭയങ്കര വെയിലാണ്, എന്താ പറയുക, KSRTCയുടെ ഒരു പുതിയൊരു പ്ലാൻ, അതായത് ബസ്സിൻ്റെ ഒരു ട്രയൽ റൺ ഓടുമ്പോൾ അങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ അറിയാനൊക്കെ ആയിട്ടൊരു ബസ് KB ഗണേഷ് കുമാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ബസ്സാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ആ ബസ്, KSRTCയുടെ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഈ കിടക്കുന്നത്. എന്താ, നമ്മുടെ പത്തനാപുരം തൊട്ട് പോകുന്ന കുന്നിക്കോട് പത്തനാപുരം ബസ്സാണ്. ഇപ്പോൾ കൊട്ടാരക്കര ബോർഡും വെച്ച് കിടക്കുന്ന ഒരു ബസ്സാണത്. ഇതാണ് KSRTCയുടെ നമ്മുടെ പ്രൈവറ്റ് ബസ്. എന്നാലും സംഭവങ്ങൾ നമുക്ക് ബസ്സിൻ്റെ അകത്തുള്ള ഇത് നോക്കാം. കണ്ടക്ടറാണ്. എങ്ങനെയുണ്ട് ബസ് ഇപ്പം? എങ്ങനെ ഓട്ടിക്കാൻ എങ്ങനെയുണ്ട്? നല്ല പുള്ളിങ്ങൊക്കെ ഉള്ള ബസ് അല്ലേ? എങ്ങനെയുണ്ട്? ആൾക്കാരുടെ സഹകരണം എങ്ങനെയുണ്ട്? ഭയങ്കര സഹകരണമാണ്. ചേട്ടൻ്റെ പേര്? ബിനു. നമ്മളിപ്പോൾ നമ്മളോട് സംസാരിച്ച് ഇപ്പം ഈ ബസ്സിൻ്റെ കണ്ടക്ടറായിട്ടുള്ള ബിനു എന്ന് പറയുന്ന ചേട്ടനാണ്. ആൾക്കാരൊക്കെ നല്ല പ്രതികരണമാണ്. നല്ലൊരു ട്രയൽ റണ്ണായിട്ട് കമ്പനി തന്നൊരു വണ്ടിയാണ്. ഭയങ്കര സന്തോഷം. കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി എന്തായാലും നല്ല രീതിയിൽ ഈ ബസ് വിജയിക്കിട്ട് നമുക്കിനി ഇതിൻ്റെ ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? സിബുരാജ്. ഇത് നമ്മുടെ ഈ ബസ്സിൻ്റെ, അതായത് KSRTCയുടെ ഈ പ്രൈവറ്റ് മോഡലുള്ള ഈ ബസ്സിൻ്റെ ഒരു സാരഥിയാണ്. പേര് സിബുരാജ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. എങ്ങനെയുണ്ട് വണ്ടി ഓട്ടിക്കാനൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ വണ്ടിയാണ്. എന്നാലും നമ്മുടെ സാധാരണ റോഡിൽ ഗട്ടറൊക്കെ ഉള്ള റോഡിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ആൾത്തിരക്കുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇതുണ്ട്, പാടാണ്. എന്നാലും നമ്മൾ തിരക്കുള്ള റൂട്ടിലുള്ള ഓട്ടമാണ് കൂടുതലും. അതുകൊണ്ട് ആളുകൾക്ക് ഒരു 10-100 പേരൊക്കെ ഒരു ട്രിപ്പിൽ തന്നെ കയറുന്നതാണ്. ഏതായ ഒരു ഇതുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും വണ്ടി വലിക്കുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിക്കുന്നുണ്ട്. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് ചിലപ്പം ഉണ്ട്. 5-5.5 6-6-നകത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്. പിന്നെ മെയിൻ റോഡിൽ ഓടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിന് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങളും പിന്നെ റോഡിന്റെ പ്രശ്നങ്ങളുമാണ് കൂടുതലും വണ്ടികൾക്കുള്ള ഡാമേജ് വരാൻ മെയിൻ കാരണം. അതാണ് ഈ ഗട്ടറാണ് ഒരു പ്രശ്നം. അങ്ങനെ വരുമ്പോഴുള്ള ഈ കൊച്ചു ചെറിയ ടയറുകളായതുകൊണ്ടും നമുക്ക് ആ ഒരു ഗട്ടറൊക്കെ ചാടുമ്പോൾ ചിലപ്പോൾ ഈ അടി ഇടിക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഈ കുഴി കൂടുതൽ വലിയ കുഴിയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മെയിൻ റോഡിൽ ഓടുന്നതിന് നല്ല ആ ഒരു ട്രാവലറിൽ യാത്ര ചെയ്യുന്ന ഒരു സുഖമാണ്. ഓടിക്കുന്നതിനും ബുദ്ധിമുട്ട്. നമ്മുടെ സാധാ KSRTC ബസ്സും ഈ ബസ്സും ഓടിച്ച് തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം പറയാമോ? KSRTC ബസ് വലിയ ബസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹെവി ബസ് തന്നെ. അതാണ് അതിന്റെ ഒരു സുഖം വേറെയാണ്. സുഖമല്ല ഓടിക്കുന്നതിന്റെയും യാത്രക്കകത്തുള്ളതും. ഇത് പിന്നെ നമുക്കൊരു മിനി ബസ് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ബസ്, മിനി ബസ്, നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുന്നതിന്റെ കൂട്ടുള്ള ഒരു എഫക്ട്, പാട്ടും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്, ആൾക്കാർക്ക് ഒരു കൗതുകമാണ്. പിന്നെ യാത്രക്ക് കംഫർട്ടാണ്. ആളൊരു മിനിമം ആളെ ഉള്ളെന്നുണ്ടെങ്കിൽ കംഫർട്ട് തന്നെയാണ്. ഒരു ഓവറായിട്ടുള്ള ആള് വരുമ്പോ ഈ പറഞ്ഞതിലോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതേ ഉള്ളൂ, നല്ല പ്രശ്നമൊന്നുമില്ല. ഈ വളവും തെരുവും ഈ ഏറ്റവും ഇറക്കമുള്ള റോഡുകളിലൊരു ഗട്ടറൊക്കെ ഉള്ള റോഡുകളിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ടയർ സൈസ് ഇച്ചിരൂടെ വലിപ്പമാണെങ്കിൽ കുഴപ്പമില്ല. വണ്ടിക്ക് ഇച്ചിരൂടെ നീളവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇച്ചിരൂടെ ഒരു 40-42 സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാര്യം രാവിലെ കയറുന്ന ഒരു 100 പേര് കയറുമ്പോൾ ഒരു 28-30 പേര് കയറാനുള്ള വണ്ടി കയറി 100 പേര് കയറുന്നതെന്ന് നമ്മൾ ആളുകളെ എല്ലാം കൊണ്ടുപോയല്ലേ പറ്റൂ. അവർ ബൈ റൂട്ടുകളിൽ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാ. അപ്പൊ അവരെ എത്രയും നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാരെയും കയറ്റിക്കൊണ്ടാണ് പോകുന്നത്.
അപ്പൊ ഇതിപ്പം ഇതിപ്പോ എത്ര സീറ്റിന്റെ വണ്ടിയാണ്? ഇത് 28. 28. അപ്പൊ നമ്മള് 100 പേരെ കൊണ്ടുപോകണമെങ്കിൽ ആ അത്രയും കൂടെ തിരക്കായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല കുഴപ്പമില്ല, വണ്ടി ലെവൽ റോഡിൽ നല്ല കണ്ടീഷനാണ്. പിന്നെ നമ്മൾ സൈഡിലോട്ടൊന്നും ഓവറായിട്ട് ടയർ ചെറുതായതുകൊണ്ട് നമ്മൾ കട്ടിങ്ങിലൊക്കെ ഇറക്കാൻ പാടാണ്. പക്ഷെ മറ്റു ബസ്സുകളെ അപേക്ഷിച്ച് നമുക്കിത് പോകുമ്പം കുറച്ചും കൂടെ ഒരു സേഫ്റ്റി ആണല്ലേ? സേഫ്റ്റിയുടെ തന്നെയല്ല, സേഫ്റ്റി മീൻസ് അത് ചെറിയ ബസ് ആയതുകൊണ്ട് സേഫ്റ്റിയേക്കാൾ പ്രധാനം മൈലേജ്, ഇതിനകത്ത് ലാഭം ഉണ്ടാവും. തീർച്ചയായിട്ടും ലാഭം ഉണ്ടാവും. എന്നാലും ഈ ബസ് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ എല്ലാവരെയും കൊണ്ട് കഴിയും. അല്പം കൂടെ നീളമുള്ള ബസ് ഇത്തിലൂടെ പവർ എഞ്ചിനും ആയിരുന്നെങ്കിൽ എഞ്ചിനും പവറും എഞ്ചിൻ പവർ അല്പം കൂടെ ഉള്ളതും ടയർ സൈസ് ഇച്ചിരൂടെ കുറച്ചുകൂടെ വലുപ്പമുള്ളതും ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്തിരൂടെ വിജയിച്ചേനെ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇതുവരെയുള്ള എന്തായാലും നമ്മളെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്തായാലും ആ ഒരു ഇത് വരുത്തിട്ട് എന്തായാലും KSRTC മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്തായാലും മാറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വീണ്ടും ഈ ബസ് കുറച്ചും കൂടെ ഒരു വലിയൊരു വണ്ടിയാക്കി ഇറക്കാനുള്ള ഒരു ഇത് നോക്കട്ടെ. ഇത് മലയോര മേഖലകളിൽ ഓടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ഈ ഭാഗത്ത് മലയോര മേഖലകളിൽ ആളുകൾ ഒരുപാട് തിങ്ങി നിറഞ്ഞു വരുന്ന റോഡുകൾ, മീൻസ് നമ്മുടെ ടൗണിലോട്ട് വരുന്ന ഒത്തിരി ആളുകളാണ്. 100 പേര് ഒരു ട്രിപ്പിന് തന്നെ വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബസ്സായിരിക്കും ചിലപ്പോൾ ആ ഒരു റൂട്ടിലേക്കുള്ളത്. ആ ഒരു സമയത്ത് അവർക്ക് സ്കൂൾ ടൈമിന് സ്കൂൾ കുട്ടികളും എല്ലാം ഉണ്ട്. നിലവിൽ ഈ ബസ്സിന്റെ റൂട്ട് എങ്ങനെയാണ്? ഇപ്പോ ഓരോ ദിവസം ഇങ്ങനെ നമ്മള് ഒരു മാസം ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്താണ് വിടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല കയറ്റമുള്ള റോഡുകളും നല്ല ഇറക്കമുള്ള റോഡുകളും ഗട്ടറുള്ള റോഡുകളും എല്ലാം ഇത് ഓടി നോക്കിയിട്ട് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ കംപ്ലൈന്റോ നമുക്ക് തോന്നുന്നെങ്കിൽ അത് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അത് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓരോ വണ്ടിയും പല വണ്ടികൾ വരും. അപ്പൊ ആ വണ്ടികൾ വരുമ്പോൾ ആ വണ്ടി നല്ലതാണെങ്കിൽ മാത്രമേ അത് എടുക്കത്തുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. അതാണല്ലോ എല്ലാം. അതെ 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 തീർച്ചയായും. നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സാധാരണ KSRTC ബസ്സിനേക്കാളും കുറച്ചും കൂടെ ഒരു പുതുമയുണ്ട് ഈ ബസ്. അത് മാത്രമല്ല ഫുള്ള് CCTVയിലും അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ വർക്കൊക്കെ നോക്കുക, ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഇന്റീരിയർ വർക്കും അതുപോലെ തന്നെ റൂഫും എല്ലാം ആണുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് എല്ലാം ഉണ്ട്. എന്തായാലും ഈ ഒരു ബസ് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു ബസ് KB ഗണേഷ് കുമാർ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി, ഇങ്ങനൊരു ബസ് ഈ ട്രയൽ റണ്ണിന് വേണ്ടി അനുവദിച്ചത് എന്തായാലും നന്നായി. ഇനിയും വരുമ്പോൾ നമുക്ക് ഈ ബസ്സിനേക്കാൾ കുറച്ചും കൂടെ ഒരു 4-5-6 ബസ്സുകൾ ഒരുമിച്ച് തന്നെ ഇറക്കട്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായം എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അങ്ങനെ എന്തായാലും ആയിരിക്കട്ടെ. അതുപോലെ തന്നെ ഇവരുടെ മനോഭാവവും നല്ലൊരു മനോഭാവമാണ്. നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരാണ് ഇവർ രണ്ടുപേരും, ഈ ബസ്സിൻ്റെ സാരഥിമാർ. അതുപോലെ തന്നെ ഇനി വേറെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വിജയിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നന്ദു ശർമാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ തിരിച്ചു വരുന്നതായിരിക്കും.